വിനോദസഞ്ചാരികൾ മൊബൈൽ ക്യാമറയിലും മറ്റും പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാനാണ് ശ്രമിക്കുന്നത്. നേരത്തെ നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ച ശ്രീജിത്ത്, മലയാളിയായ പൂനെയിൽ ഇപ്പോൾ താമസിക്കുന്ന ശ്രീജിത്ത് പകർത്തിയ ദൃശ്യങ്ങളും വലിയൊരു തെളിവായി മാറുകയാണ്. എൻഐയുടെ അന്വേഷണത്തിൽ അതും ഉൾപ്പെടുന്നുണ്ട്. ഇതുപോലെ 600-ലധികം ചിത്രങ്ങൾ താൻ പകർത്തിയിട്ടുണ്ടെന്ന് ഈ ശ്രീജിത്ത് പറയുന്നു. അങ്ങനെ ആ പ്രദേശത്ത് ആ സമീപ ദിവസങ്ങളിൽ, ആ ദിവസം മാത്രമല്ല അതിൻ്റെ സമീപ ദിവസങ്ങളിലും പകർത്തപ്പെട്ട ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ സീപ്ലെയിൻ ഓപ്പറേറ്ററെ ഇപ്പോൾ എൻഐയെ ചോദ്യം ചെയ്യുകയാണ്. അല്പസമയം മുമ്പാണ് എൻഐഎയുടെ അന്വേഷണ സംഘം ഇയാളെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയത്. ഒരുപക്ഷെ അത് അറസ്റ്റിലേക്ക് തന്നെ പോകാനുള്ള സൂചനകളും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. എന്തായാലും തന്ത്രപ്രധാനമായ നീക്കങ്ങൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. ഈ മേഖലകളിൽ വ്യാപകമായ തിരച്ചിൽ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് കാശ്മീരിൻ്റെ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ തിരച്ചിലിന് വേണ്ടി വലിയ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് സൈന്യവും CRPF-ഉം ജമ്മു കാശ്മീർ പോലീസും അടക്കം ചേർന്നുകൊണ്ടുള്ള സംയുക്ത സേനയാണ് ആ മേഖലകളിലെ തിരച്ചിൽ നടക്കുന്നത്. ഇന്നലെ ഈ സൈന്യവും തീവ്രവാദികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, നേർക്കുനേർ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. പക്ഷേ ഈ തീവ്രവാദികളെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഇന്നും അത്തരം ചില ഏറ്റുമുട്ടലുകൾ നടക്കുന്നു എന്ന അനൗദ്യോഗിക റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാറായിട്ടില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, തീവ്രവാദികളുടെ തൊട്ടരികിൽ തന്നെ സുരക്ഷാ സേന എത്തിയിട്ടുണ്ട്. നമ്മുടെ സേന ഇവരെ വളഞ്ഞിട്ടുകൊണ്ടുള്ള നീക്കത്തിലേക്ക് തന്നെ കടക്കുകയാണ്. നാളെ സുപ്രധാനമായ മറ്റൊരു നീക്കമുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഖാജ ആസിഫ്, പാക് ഡിഫൻസ് മിനിസ്റ്ററുടെ ട്വിറ്റർ അക്കൗണ്ട്, എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തി എന്നതാണ്. കാരണം വളരെ പ്രകോപനപരമായ പ്രസ്താവനകൾ ഇന്ത്യക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന ഖാജ ആസിഫിൻ്റെ ട്വിറ്റർ എക്സ് അക്കൗണ്ടിന് നിരോധനം ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി മുതൽ അത് ഇന്ത്യയിൽ ലഭ്യമല്ല എന്ന കാര്യം കൂടി ശ്രദ്ധേയമാണ്. അത്തരം നീക്കത്തിലേക്ക് കൂടി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ചില യൂട്യൂബ് ചാനലുകൾക്ക്, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്കെതിരെ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്ന ചില യൂട്യൂബ് ചാനലുകൾക്ക് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഖ്വാജ ആസിഫിന്റെ, പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ട്വിറ്റർ അക്കൗണ്ടിനും ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് തുടർച്ചയായിട്ട് വിദ്വേഷ പ്രചരണങ്ങൾ, ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ. ഇത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരുന്നത്. അതിനിടയ്ക്കാണ് ഈ വീഡിയോയും പുറത്തു വന്നിരിക്കുന്നത്. ഋഷി ഭട്ട് എന്ന വിനോദസഞ്ചാരി എടുത്ത സിപ്ലൈനിലെ ഒരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോയിൽ പുറകിൽ കാണാം അവിടെ വെടിവെപ്പ് നടക്കുന്നുണ്ട്. ഇതിൽ സംശയകരമായി മാറിയിരിക്കുന്നത് സിപ്ലൈൻ ഓപ്പറേറ്ററുടെ പങ്കാളിത്തമാണ്. സിപ്ലൈൻ ഓപ്പറേറ്റർ കശ്മീർ സ്വദേശിയാണ്. ഇയാൾക്ക് ഈ വെടിവെപ്പുമായി ബന്ധമുണ്ടോ, ഭീകരരെ സഹായിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് NIA അന്വേഷിക്കുന്നത്. ഈ സിപ്ലൈൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഋഷി ഭട്ട് എന്ന വിനോദസഞ്ചാരിയെ സിപ്ലൈനിലേക്ക് കയറ്റി വിടുന്ന സമയത്ത് അള്ളാഹു അക്ബർ എന്ന് ഈ പ്രാദേശിക ബന്ധമുള്ള ഇയാൾ പറഞ്ഞതാണ്. അതാണ് ഇപ്പോൾ സംശയത്തിനിട നൽകുകയും NIA യുടെ കസ്റ്റഡിയിലേക്ക് ഇയാൾ വരുവാൻ കാരണമായിരിക്കുന്നത്.